ഹലോ, അസ്സലാമു അലൈക്കും. ഇനി നമ്മളൊരു കട്ട്ലേറ്റ് ആയിട്ട് വന്നായിട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് മുറിച്ച് ഇത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചെടുക്കട്ടോ. അപ്പൊ അത് നമ്മൾ വേവിച്ചെടുത്ത് നമുക്ക് ഉള്ളി വാട്ടി. അപ്പൊ നമുക്കതിന് വേണ്ട ഉള്ളി ഒന്ന് വാട്ടിയെടുക്കട്ടോ. ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ച് അപ്പം ഉള്ളി ഇട്ടെടുത്ത് നമുക്ക് ഉള്ളി വേഗം വാടി കിട്ടാനായിട്ട് ലേശം ഉപ്പിട്ടെടുക്കട്ടോ. അപ്പൊ നമുക്ക് ഉള്ളിയിൽ ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാൽ പെട്ടെന്ന് നമുക്ക് ഉള്ളി വാടി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയാണ്. പച്ചമുളക് ഇട്ടെടുത്ത് ഒരു പച്ചമുളക് അരിഞ്ഞ് വെച്ചതാണ്, അതിട്ടെടുത്ത് ചപ്പും കരിവേപ്പും അരിഞ്ഞ് വെച്ചതാട്ടോ. അപ്പൊ അത് ഇട്ടെടുത്ത് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ബിരിയാണി മസാല ഇട്ടെടുക്കാം. കറി മസാല എന്നും പറയും, ബിരിയാണി മസാല എന്നും പറയും. അപ്പൊ നമ്മളൊരു 1/4 സ്പൂൺ അത് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 സ്പൂണ് കുരുമുളകിന്റെ പൊടി ഇട്ടെടുത്തിട്ടോ. നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചതാണത്. അപ്പൊ അത് നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ചിക്കൻ പൊടിച്ച് വെച്ചതാണ്, അപ്പൊ അത് അതിലോട്ട് ഇട്ടുകൊടുക്കാം. നമുക്ക് എല്ലാം കൂടെ ഒന്ന് കുഴച്ച് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഉണ്ടാക്കട്ടോ. ഞങ്ങൾ റൗണ്ടായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് ഏത് ഇതില് വേണോ അങ്ങനെ നമുക്ക് ഉണ്ടാക്കട്ടോ. റൗണ്ടിലോ കോണായിട്ടോ യു കട്ടിങ് ആയിട്ടൊക്കെ ഉണ്ടാക്കട്ടോ. അപ്പൊ ഞാൻ അത് റൗണ്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മള് മുട്ട ഉപയോഗിക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി മൈദ കലക്കി വെച്ച് അതിൽ മുക്കിയിട്ടാണ് വർക്കൗട്ട് ചെയ്തതിൽ റൊട്ടി പൊടിയിലൊന്ന് മുക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ. മുട്ടയൊക്കെ പൊടിച്ച് വെച്ചതാണ്. അപ്പൊ അതിലൊന്ന് മുട്ട ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കാം. അതാ വറക്കാനിട്ട് നമുക്ക് എളുപ്പമുള്ള പണിയാട്ടോ. കട്ട്ലേറ്റ് 5 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാക്കി എടുക്കാം. കട്ട്ലേറ്റ് ഇടാൻ റെഡിയായി. അപ്പൊ നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഇവിടെ പൊരിച്ച് കഴിയാനായിട്ടോ. കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. നാളെ പുതിയൊരു